ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബയോ ഫെർട്ടിലൈസർ യൂണിറ്റിലേക്ക് പോകണം. സോ ഇന്നിപ്പം ഞാനും അബിയും മാത്രമേ ഉള്ളൂ വീട്ടിൽ, ബാക്കിയുള്ളവർ പുറത്ത് പോയേക്കാം. സോ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്ത് നമ്മൾ പോണ വഴി കഴിക്കാമെന്ന് വിചാരിച്ചേക്കാണ്. സോ ബാക്കിയുള്ളവർ അവിടെ നിന്ന് ജോയിൻ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഒരു ബയോ ഫെർട്ടിലൈസർ യൂണിറ്റിലേക്കാണ് പോകേണ്ടത്. സോ അങ്ങോട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ ജിമ്മിൽ പോയപ്പോൾ ഉള്ള കാര്യങ്ങളും പിന്നെ രാത്രി ഡിന്നർ കഴിച്ചത് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോഴത്തേക്കും നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ കേട്ടോ, ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി. അല്ലേ, എങ്ങനെ റിഫ്രഷ് ആയോ? റിഫ്രഷ് ആയിട്ടില്ല. കഴിക്കട്ടെ കേട്ടോ ഗൈസ്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കുളിക്കണം. ജിമ്മിൽ പോയി വന്ന് ഫുൾ വേർത്തിരിക്കുകയാണ്. സോ ഒന്ന് കുളിച്ചതിന് ശേഷം നമുക്ക് ഡിന്നർ കഴിക്കണം. സോ ഡിന്നർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, സീൻ മഴ, ഒരു രക്ഷയില്ല. നമ്മൾ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ചെയ്ത് അബിയാണ് ഇന്ന് പരിപാടികളൊക്കെ ചെയ്യണേ. സോ അബി എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കറി നമ്മുടെ പരിപ്പ് ഞാൻ അത് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ അബി മുട്ട പൊരിച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്കിത് എണ്ണം കൂട്ടിയിട്ട് നമ്മുടെ ഉച്ചയ്ക്കുള്ള ബാക്കി ചോറ് കഴിക്കാം. ഇപ്പം എല്ലാം റെഡി. ഇപ്പോൾ നമ്മുടെ പരിപാടി ഡിന്നർ കഴിക്കാം. നമുക്ക് ചോറ് കഴിക്കാം. നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഇവിടെ അബി ഉണ്ടാക്കിയ മുട്ടയും പിന്നെ നമ്മളെ ഉച്ചക്കലത്തെ പരിപ്പരിയും ചോറൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി നമ്മൾ പിടിക്കാം. സൂപ്പർ ഗൈസ്, സീനാണ്. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പറയാം, സംഭവം അടിപൊളിയാണ്. അപ്പോൾ സമയം ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ടും ബാക്കി കടകളിലൊന്നും മര്യാദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ജസ്റ്റ് ഒരു മുട്ട ബജ്ജിയും ചായയും കുടിച്ചിട്ട് ഇറങ്ങിയേക്കാണ്. സോ ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മൾ ബയോ ഫെർട്ടിലൈസർ യൂണിറ്റിലേക്ക് എത്തിയിരിക്കുകയാണോ. നമ്മളങ്ങനെ യൂണിറ്റിലെത്തിയപ്പോൾ അവിടുത്തെ ലാബ് ടെക്നീഷ്യനും ആൾക്കാരൊക്കെ നമുക്കത് ടെസ്റ്റ് ട്യൂബിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും പിന്നെ അവരെങ്ങനെ പാക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അതേ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു ബയോ ഫെർട്ടിലൈസർ യൂണിറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. സോ ഇവിടുത്തെ കാര്യങ്ങളും എങ്ങനെ അവർ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. സോ ഇനിയിപ്പോൾ നമുക്ക് പോയി ലഞ്ച് കഴിച്ചിട്ട് വീട്ടിൽ പോകാം. നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ലഞ്ച് എന്താ കഴിക്കണേന്ന് നോക്കട്ടെ. സോ കഴിച്ചിട്ട് നമ്മൾ ഒരു ബിരിയാണി പറഞ്ഞിട്ടുള്ളൂ രണ്ടുപേർക്കും കൂടി. സോ എന്തായാലും നമ്മൾ കഴിച്ചു നോക്കട്ടെ. കഴിച്ചിട്ട് മതിയായില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണ ഇവിടെ കുറച്ച് കൂടുതലായിട്ടാണ് ക്വാണ്ടിറ്റി കിട്ടാറ്. കഴിക്കാൻ പറ്റില്ലെങ്കിൽ എന്ന് വിചാരിച്ച് നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ല, അതുകൊണ്ട് നമ്മൾ പൊറോട്ട പറഞ്ഞിരിക്കുകയാണ്. സോ 2 പൊറോട്ട വെച്ച് നമ്മൾ കഴിക്കട്ടെ. അപ്പം ലഞ്ച് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സോ ലഞ്ച് എങ്ങനെയുണ്ടായിരുന്നു? ഒരു ബിരിയാണിയും 2 പൊറോട്ടയും കഴിച്ചപ്പോൾ വയറിറങ്ങും അല്ലേ? സോ സംഭവം അടിപൊളിയായിരുന്നു. സോ ഇനിയിപ്പോൾ എന്താ നമുക്ക് വീട്ടിൽ പോകാം. നല്ല മഴ വരാനുള്ള പോസിബിലിറ്റി നല്ലോണം കാണുന്നുണ്ട് കേട്ടോ. സോ നല്ല രീതിയിൽ ഇത് കാര് കയറി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി കാരാണ് കയറിയണേ. നിങ്ങൾക്ക് ആ മലയുടെ അവിടേക്ക് നോക്കിയാൽ അവിടെ ആയിട്ട് കണ്ടോ, ഫുള്ള് ഫോഗടിച്ച് സീനായേക്കാണ്. ഈ മലയുടെ അവിടേക്ക് അത്ര കയറിയിട്ടില്ല, പക്ഷേ നല്ല അതിൻ്റെ ബാക്കിലൊക്കെ ഫുള്ള് നല്ല കാര് കയറിയേക്കണോ, സീനാണ്. ഇതിപ്പോൾ നല്ല മഴയാവുമോ എന്നുള്ളത് എന്തായാലും കാത്തിരുന്നാണ്. ഗൈസ്, ആ കാര് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ സീൻ മഴയായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഇതിങ്ങനെ തൂളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മഴ തൂളൊന്നും കണ്ടോ. സോ ഗൈസ്, അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വൈകിട്ട് ഒരു 5-5:30 ആയിട്ടുണ്ട്. സോ നമുക്ക് വേറെ പരിപാടികളൊന്നും ഇപ്പം ഇല്ല. നമുക്ക് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ജിമ്മിൽ പോകണം. അതാണ് നമുക്ക് ഇനി അടുത്തുള്ള പരിപാടി. അതിനുശേഷമാണ് നമുക്ക് ഡിന്നറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. സോ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ വെച്ച് നിർത്തുകയാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ ഒരു അടിപൊളി വ്ളോഗായി വരുന്ന എല്ലാവർക്കും ബൈ.